ഹായ്. നമ്മുടെ PSC എക്സാമിന് ഇടയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ചലച്ചിത്ര രംഗത്തെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റി പഠിക്കാൻ കേരള സർക്കാർ നിയോഗിച്ച കമ്മീഷൻ. നമ്മൾ കണ്ണും പൂട്ടി അടിച്ച് നമുക്ക് 1 മാർക്ക് നേടിത്തരുന്നൊരു ആൻസറായിരുന്നു ജസ്റ്റിസ് ഹേമ കമ്മീഷൻ. നമ്മൾ ആ കേട്ടുകേൾവി മാത്രം ഉണ്ടായിരുന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോൾ 4 വർഷങ്ങൾക്ക് ശേഷം പുറത്തു വന്നിരിക്കുകയാണ്. വിവരാവകാശ നിയമപ്രകാരം 295 പേജുകളുള്ള ഈ റിപ്പോർട്ടിൽ ഏകദേശം 63 പേജുകൾ നീക്കം ചെയ്തിട്ടാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ നമ്മൾ വേറൊരു കാര്യം ആലോചിക്കേണ്ടത്, ഈ സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ നീക്കം ചെയ്തിട്ടാണ് ബാക്കിയുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. എന്നിട്ട് വരെ ആ റിപ്പോർട്ട് പുറത്ത് വരാണ്ടിരിക്കാൻ വേണ്ടി അത് പുറത്തു വിടുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് വരെയുള്ള നിയമ പോരാട്ടത്തിലായിരുന്നു നടി രഞ്ജിനിയൊക്കെ. ഇവർക്ക് വേണ്ടി കോടതിയിൽ ഓൺലൈനായിട്ട് അപ്പിയർ ആയതുവരെ നമ്മുടെ അറ്റോർണി ജനറൽ ആയിരുന്ന, ഇന്ത്യയുടെ അറ്റോർണി ജനറൽ വരെ ആയിരുന്ന മുകുൾ റോത്തഗിയെ പോലെയുള്ള സുപ്രീം കോടതി അഭിഭാഷകരായിരുന്നു. അതുപോലെ ഈ റിപ്പോർട്ട് ഇന്നലെ പുറത്ത് വന്നത് തൊട്ട് എല്ലാ മാധ്യമങ്ങളും ഇതിൻ്റെ ഓരോ ലൈൻ കീറി മുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നു. അപ്പോൾ ഇതിൻ്റെ മൊത്തം ഉള്ളടക്കം എന്ന് പറയുന്നത് സെക്ഷൽ ഹറാസ്മെൻറ്റ് തന്നെയാണ്. ആക്ടേഴ്സിന് നേരെയും അതുപോലെ ടെക്നീഷ്യന് നേരെയുള്ള സെക്ഷൽ ഹറാസ്മെൻറ്റുകളാണ് കൂടുതലായിട്ട് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ 4 വർഷമായി ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട്. അപ്പോൾ റിപ്പോർട്ടിലെ എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് ഏകദേശം അറിയാം. കാരണം ഗവൺമെൻറ് നിയോഗിച്ചൊരു കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. അപ്പോൾ ഗവൺമെൻറ് ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ടാകും. ഇത്രത്തോളം ക്രിമിനൽ ആക്ടിവിറ്റീസുകൾ അതുപോലെ സ്ത്രീകൾക്കെതിരെയുള്ള പ്രവൃത്തികൾ ഇതിനകത്ത് നടക്കുന്നുണ്ട് 4 വർഷമായിട്ട് നമ്മുടെ ഗവൺമെൻറ്റിനൊക്കെ അറിയാം. എന്തുകൊണ്ട് ഇത്രയും ഡിലേ വന്നു എന്നുള്ളത് പ്രസക്തമായ ചോദ്യമാണ്. ഈ റിപ്പോർട്ടിലെ കാര്യങ്ങളൊക്കെ ഈ 4 കൊല്ലവും കൂടി തുടരാൻ ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റും കൂടെ സമ്മതിച്ച പോലെ ആയില്ലേ. എന്തായാലും 4 വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തു വന്നാൽ തന്നെ വലിയ കാര്യം. എന്തായാലും ഇത്തരത്തിൽ നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം ഒരു കമ്മിറ്റി വെച്ച് അതിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ നമ്മുടെ ഗവൺമെൻറ് മുൻകൈ എടുത്തു. അതിനും നമ്മുടെ കേരള ഗവൺമെൻറ് ഒരു അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും താമസിച്ചത് ഒരു വലിയ മിസ്റ്റേക്ക് തന്നെയാണ്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾ നേരിടുന്ന ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കാണാൻ എന്തെങ്കിലുമൊക്കെ ഗവൺമെൻറ് ചെയ്യുമായിരിക്കും. എന്തായാലും അരിയാഹാരം കഴിക്കുന്ന ചോറ് ഇന്ന് നമുക്കൊക്കെ ഏകദേശം ഒരു ധാരണയുണ്ട്. എന്തൊക്കെ ചെയ്താലും ഈ കുറ്റം ആരോപിക്കപ്പെട്ട കുറച്ച് പേരുണ്ടല്ലോ, കുറച്ച് സംവിധായകരുണ്ട്, നടന്മാരുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അവർക്കൊന്നും എതിരെ ഒരു ആക്ഷനും എടുക്കാൻ പോകുന്നില്ല എന്ന് നമ്മൾ ഇത്രയും കാലത്തെ അനുഭവത്തിൽ ചിന്തിച്ചാൽ മനസ്സിലാകുന്ന സംഭവങ്ങളാണ്. ഇതൊന്നും തുടർ നടപടികളൊന്നും ഉണ്ടാവില്ല. ഇനിയെങ്കിലും വളരെ പാഷനോടെ സിനിമയിലേക്ക് കടന്നു വരുന്ന ആക്ട്രസിനൊക്കെ കുറച്ചുകൂടെ സുരക്ഷിതത്വം കിട്ടാൻ ഇതുകൊണ്ട് ചാൻസ് ഉണ്ടാകും. പക്ഷേ ഇതുവരെ നടന്നതിനൊക്കെ നടപടി ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അതൊന്നും ആവാൻ പോണില്ല. നമ്മുടെ യൂത്ത് കോൺഗ്രസ് അതിൻ്റെ നിയമ നടപടിയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അതും എന്താവുമെന്ന് അറിയില്ല, നോക്കാം.